നമസ്കാരം. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത്. നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു. അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്ത് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് മഞ്ജു ചുവടുവെച്ചു കഴിഞ്ഞു. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ അമ്മ ഓഫീസിലെത്തിയ വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ നടന്ന കുടുംബസംഗമത്തിൽ താരം പങ്കെടുത്തിരുന്നില്ല. കുടുംബസമേതമായി താരങ്ങളെല്ലാം എത്തിയപ്പോഴും മഞ്ജു എവിടെ എന്നായിരുന്നു ചോദ്യങ്ങൾ. ഇടയ്ക്ക് വെച്ച് താരം അമ്മ സംഘടനയിൽ നിന്നും വഴിമാറി എന്ന തരത്തിൽ വരെ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. വനിതാ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് മഞ്ജു മുന്നിലുണ്ടായിരുന്നു. പിന്നീട് താരം അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. വനിതാ സംഘടനയിലെ ചില അംഗങ്ങൾ അമ്മയിൽ രാജിവെച്ചിരുന്നു. അന്ന് മഞ്ജു വാര്യരുടെ പ്രതികരണമായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. എന്നാൽ മഞ്ജു പതിവ് പോലെ മൗനത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യർ അമ്മ ഓഫീസിലേക്ക് ഓടിക്കയറുന്നതിന്റെയും അവിടെയുള്ളവരുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു മഞ്ജു എത്തിയത്. ബാബുരാജ് ആയിരുന്നു കൈപിടിച്ച് മഞ്ജുവിനെ സ്വീകരിച്ചത്. റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു മഞ്ജു എത്തിയത്. മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യരും ചേർന്നായിരുന്നു അമ്മ ഓഫീസിൽ പതാക ഉയർത്തിയത്. സുരേഷ് ഗോപിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. തെസ്നി ഖാൻ, അംബിക മോഹൻ തുടങ്ങിയവരടക്കം നിരവധി പരിപാടിയിൽ പങ്കെടുത്തത്. ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. അതേസമയം മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചില അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കൂട്ടരാജി നടത്തിയിരുന്നു. പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവരാണ് രാജിവെച്ചത്. ഈ സ്ഥാനത്ത് ഇപ്പോൾ ഒരാളെ ആവശ്യമാണ്. പല പേരുകളും ഉയരുന്നുണ്ട്. അതിനിടയിലാണ് മഞ്ജുവിന്റെ ഈ വരവ് ദിലീപിനെ ബാധിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടതെന്നാണ് ചിലർ കമന്റിൽ കുറിക്കുന്നത്. അതേസമയം സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. മോണോ ആക്ടും നൃത്ത ഇനങ്ങളും ഒക്കെയായി കലോത്സവ വേദിയിൽ താരമായിരുന്നു മഞ്ജു വാര്യർ. ട്രാൻസ്ഫർ വരുമ്പോഴെല്ലാം മകളുടെ നൃത്ത പഠനത്തിന് സൗകര്യമുണ്ടോ എന്ന് നോക്കിയിരുന്നു മഞ്ജുവിന്റെ അച്ഛൻ. സിനിമ ഉപേക്ഷിച്ചാലും നൃത്തം കൂടെ വേണമെന്നായിരുന്നു അദ്ദേഹം മകളോട് പറഞ്ഞത്. സിനിമയിലെ തിരക്കിനിടയിൽ നൃത്തത്തെ നെഞ്ചോട് ചേർത്ത് മുന്നേറുകയായിരുന്നു മഞ്ജു വാര്യർ. അമ്മ സംഘടനയുടെ അടക്കമുള്ള സ്റ്റേജ് ഷോകളിൽ മഞ്ജുവും ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു. ഗുരുവായൂരിലെ നൃത്ത പരിപാടിക്ക് ശേഷമായിരുന്നു മഞ്ജു സിനിമയിലേക്ക് വീണ്ടും എത്തിയത്. സംവിധായകരടക്കം നിരവധി പേരായിരുന്നു അന്ന് ഡാൻസ് കാണാൻ എത്തിയത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അന്ന് മഞ്ജു ചിലങ്ക അണിഞ്ഞത്. മാധ്യമങ്ങളിലെല്ലാം അത് ചർച്ചയായിരുന്നു. അതിനുശേഷമായിരുന്നു സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. എത്ര തിരക്കാണെങ്കിലും നൃത്ത പരിശീലനത്തിന് സമയം മാറ്റിവെക്കാറുണ്ടെന്ന് മഞ്ജു വ്യക്തമാക്കിയിരുന്നു.